இது கண்டட்டுக்காக பண்ணுறியான்னு கேட்டால் நோ தான் சொல்லுவேன். ஏன்னா ஆனால் இது பெட்ரோல் இல்லைங்களா, பஸ்ஸில் கவர்மெண்ட் பஸ்ஸில் ஸ்டிக்கரிங் பண்ணியிருக்காங்க. ஆனால் நம்ம വണ്ടിക്ക് கொஞ்சம் അഴകാக സ്റ്റിക്കറിങ്, ബസ്സിനൊക്കെ സ്റ്റിക്കറിങ് ചെയ്യുന്നുണ്ട്, MVD അതിനെ പിടിക്കുന്നില്ല. നമ്മളിട്ടില്ലെങ്കിൽ അത് പാടാ, അത് പ്രശ്നമാണ്. യൂട്യൂബിൽ വരുവീங்க വേണ്ട, അണ്ണൻ്റെ നമ്പർ പ്ലേറ്റ് കാണിക്കണ്ട, அந்த அண்ணனோட நம்பர் பிளேட் காட்ட வேண்டாம், அப்புறம் ஃபைன் போட்டுருவாங்க. ஒன் டே ஐம் கோனா கிஸ் யூ. இதுவும் ஸ்டிக்கரிங் பண்ணியிருக்காங்க. வண்டி ஸ்டார்ட் ஆகலைங்களா, வண்டி ஓட ஆஃப் ஆச்சுங்களா இல்லை பெட்ரோல் அடிச்சதுக்கப்புறம்? எக்ஸ்கியூஸ் மீ, இங்கே மெக்கானிக் ஷாப் எங்கே இருக்குது? വാളയാർ പരമശിവത്തിൻ്റെ ലോറികളൊക്കെ അതാ പോകുന്നു. വെറുതെ പറഞ്ഞത് ഗൈസ്, കാര്യമായിട്ടൊന്നുമില്ല. സുസുക്കി സിയാസ് നല്ല വണ്ടിയാണ് ഗൈസ്, കാണാൻ നല്ല ലുക്കുള്ളതാണ്. അവിടെ ഒരു കയറ്റാൻ പോകുന്നു. ആ വണ്ടിക്ക് കണ്ട സ്പോയിലറൊക്കെ വെച്ചിട്ട് കിട്ടുക്കാച്ചിലൊക്കെ ഉണ്ട്. ചെറിയൊരു മോഡാണ്, കാണാൻ കൊള്ളാം, നല്ലൊരു ഫിനിഷിങ്ങാണ്. ഓക്കെ, സണ്ണി നല്ലൊരു സെഗ്മെൻറ്റ്. ആംബുലൻസ് എവിടെയാണ്? ഞാൻ ആംബുലൻസ് വരികയാണെന്നും പറഞ്ഞിട്ട് எடுத்ததான். ஆம்புலன்ஸ் வருதுன்னு வண்டி எடுத்தேன், பார்த்தா ஆம்புலன்ஸ் ஆப்போசிட்லேருந்து என்னோட பேக் சைட் பார்த்த மாதிரி போயிடுச்சு. ஸோ nothing to panic. Esteem cute sedan. Wow. അവിടെ ഒരു സ്പ്ലെൻഡർ ഉണ്ട്. ദാറ്റ് ഈസ് എ സ്പ്ലെൻഡർ. നല്ല ക്യൂട്ടായിട്ടുണ്ട്. നമ്മളെ പോകാൻ ശ്രമിക്കാണ്. സിഗ്നൽ ഗ്രീൻ ആകുന്നതിന് മുമ്പേ போலீஸ் வண்டி எடுக்காம போகணும். சிக்னல் க்ரீன் ஆகிறதுக்கு முன்னாடியே போலீஸ் வண்டி எடுங்க அப்படின்னு சொல்லியாச்சு. BMW, wow, I love it. Not the love, just how my love, just like that. Wow, turbo sound, the turbo sound and the சத்தம். ഒന്ന് വാരി ആ പാട്ട് കേൾക്കുമ്പോൾ വാരി വീഴുന്ന പോലത്തെ ഒരു വൈബായിരിക്കും. hands free. Okay guys, are you happy now? I'm normal. ദീവൻ അഡ്വർടൈസ്മെൻ്റ് ഒക്കെ കണ്ട பஸ்ஸில் கவர்மெண்ட் பஸ்ஸில் ஸ்டிக்கரிங் பண்ணியிருக்காங்க. ஆனால் நம்ம வண்டிக்கு கொஞ்சம் அழகாக ஸ்டிக்கரிங் பண்ணால் அதை TN38 N3499 பண்ணாൽ അത് പിടിച്ചിടുறாங்க. ബസ്സിനൊക്കെ സ്റ്റിക്കറിങ് ചെയ്യുന്നുണ്ട്, MVD അതിനെ പിടിക്കുന്നില്ല. നമ്മളിട്ടില്ലെങ്കിൽ അത് പാടാ, അത് പ്രശ്നമാണ്. അഡ്വർടൈസ്മെൻറ്റിൽ ഓർക്ക് ഇഷ്ടമുള്ള കളറാണ് അതിലിടുന്നത്. ഇതിൽ നമുക്ക് നമ്മളെന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ നമ്മൾ പിടിച്ചാത്തിടും. ഞാൻ പറഞ്ഞ സ്പ്ലെൻഡർ അതാ ബ്രോ. കാണാൻ കൊള്ളാവുന്നൊരു സ്പ്ലെൻഡർ എവിടെ കാണുന്നില്ലല്ലോ, ബാക്കിലോട്ട് വായിപ്പോയി. സ്പ്ലെൻഡർ വരുന്നുണ്ട്. എങ്ങനെയുണ്ട്? കൊള്ളാല്ലേ? കൊള്ളാം ബ്രോ. അതല്ലേ
வண்டி நல்லா இருக்கு. யூடியூப்ல வருவீங்க. யூடியூப் சேனல் இப்போ தான் தொடங்கியிருக்கேன். எடுத்து போடுறேன், பரவாயில்ல. ஓகே, தேங்க்யூ. ലെറ്റ്സ് ഗോ. പറക്കാം നമുക്ക്. വാവ്. பார்க்குறவங்கள திட்டுவாங்க, കാണുന്നവന്മാരൊക്കെ ചീത്ത പറയും. എന്താ ഞാൻ ആ സിറ്റുവേഷനിൽ അങ്ങനെ ചെയ്താലേ അവിടെ നിന്ന് പുറത്തിറങ്ങാൻ പറ്റുള്ളൂ. അതിനുകൊണ്ട് അങ്ങനെ ചെയ്യേണ്ടി വന്നു. സോറി ഫോർ ദ ഓഡിയോ ക്വാളിറ്റി. ഒരു മൈക്ക് ഞാൻ വാങ്ങുന്നവരെ ഇങ്ങനെ ആയിരിക്കും എൻ്റെ വ്ളോഗ്സ്. ക്ഷമിക്കണം, மன்னிச்சிருங்க. ஆடியோ குவாலிட்டி நான் நல்லா கொடுப்பேன், நல்ல ஒரு ஆடியோ குவாலிட்டி கொடுப்பேன். அதுதான் ஒரு IRL ஃபீல். IRL இன் த சென்ஸ் எலாபரேஷன் இன் ரியல் லைஃப். இனிமேல் நீங்கள் யூடியூப் வீடியோஸில் எங்கேயாச்சும் IRL அப்படின்னு பார்த்தீங்கன்னா இன் ரியல் லைஃப் அப்படின்னு അർത്ഥം. എന്നാൽ ശരി, ഒക്കെ പറഞ്ഞ പോലെ. അപ്പോൾ നമ്മൾ സൗത്ത് ഇന്ത്യ, കേരളം, തമിഴ്നാട് 2 സ്ഥലത്തിലേക്കും മനസ്സിലാകുന്ന പോലത്തെ ഒരു വ്ളോഗ് എടുക്കണം എന്നുള്ളതാണ് ഒരു ആഗ്രഹം. അതിനെക്കൊണ്ടാണ് ഇടയ്ക്ക് തമിഴും ഇടയ്ക്ക് മലയാളവും കലർപ്പിലടിച്ചിട്ട് സംസാരിക്കുന്നത്. അതിനെക്കൊണ്ട് എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്യണം എന്ന് തോന്നിയപ്പം ഞാൻ ചെയ്തു. എൻ്റെ മോനെ, ബൈക്കൊക്കെ പോകുന്നിടത്ത് കാറൊക്കെ ഓടുന്ന ഏത് ജാതി വേണ്ട. അണ്ണൻ്റെ നമ്പർ പ്ലേറ്റ് കാണിക്കണ്ട, அந்த அண்ணனோட நம்பர் பிளேட் காட்ட வேண்டாம், அப்புறம் ஃபைன் போட்டுருவாங்க. ஃபைன்லாம் போட மாட்டாங்க, இட்டுட்டு இருந்தெങ്കിലും பாடல்லே போட்டுட்டாங்கன்னா பிரச்சனை தானே. லாரி ஒன் டே ஐம் கோனா கிஸ் யூ லாரி. പാണ്ടി ലോറിയേ, പിന്നെ ഒരു ദിവസം. ഇത് കണ്ട 777 ഫാൻസി നമ്പർ. എത്ര കൊടുത്തോ ആവോ. അവിടെ നോക്കൂ ப்ரோ, அங்கே பாருங்க. இதுவும் ஸ்டிக்கரிங் பண்ணியிருக்காங்க. TN38 N1416. இதுவே நம்ம காரோ பைக்கோ நம்ம இஷ்டத்துக்கு பண்ணியிருந்தோன்னா அது ப்ராப்ளம் ஆகிருக்கும். இது என்னோட கருத்து, எனக்கு தோன்றது நான் சொல்கிறேன். அது பண்ணது தப்புன்னு சொல்லலை, அவங்க ஒரு பர்பஸ்க்காக பண்ணுறாங்க. அதே மாதிரி வண்டிக்கு இவ்வளோ காசு கொடுத்து ஆசைப்பட்டு வாங்குகிற வண்டியை நமக்கு பிடிச்ச மாதிரி ஒரு டேஸ்ட்டில் மாடிஃபை பண்ணணும், இல்லை நம்ம பிடிச்ச கலரில் வந்து பார்க்குறதுக்கு அழகாக இருக்கிற மாதிரி நம்ம மாடிஃபை பண்ணணும்னு நினைக்கப்போ அதை பண்ணக்கூடாதுன்னு சொல்கிறது வந்து பர்மிஷன் கொடுக்கலாம்ல. ஆர்சி புக்கில் நீங்கள் வந்து நேம் கலர் சேஞ்ச் பண்ணிக்கோங்க, இப்படி ரூல் இருக்குதுன்னு நினைக்கிறேன். ஃபஸ்ட் ஓனர் மட்டும் தான் கலர் சேஞ்ச் ஆர்சி புக்கில் கலர் சேஞ்ச் பண்ண முடியும் அப்படின்னு. செகண்ட் ஓனர் ஏன் பண்ணக்கூடாது? அவங்களும் வண்டி தானே வச்சு காசு கொடுத்து தானே வாங்குறாங்க. அது ஒரு பாயிண்ட்டு. டாடா ஹேரியர் ஒன் ஆஃப் த சேஃபஸ்ட் SUVs or SUV 5-seater premium SUV. I would recommend this to buy. Nothing personal experience, but you know internet. പിന്നെ I got some bars going like some നല്ല പാട്ടും പാടി വൈബാ വയ്ക്കുമ്പോൾ ഈ ചേട്ടതാ നിർത്തടാ വണ്ടി എന്ന് പറഞ്ഞപ്പോൾ ഞാൻ നിർത്തി. പിന്നെ ചെയിൻ സ്പ്രാക്കറ്റിൽ ഇച്ചിരി സീനാ. ഇച്ചിരിയല്ല, മൊത്തം ഔട്ടായിണ്. ഇനി അത് കൊടുത്ത് നന്നാക്കണം, പുതിയത് വാങ്ങിയിടണം. ഓക്കെ ബ്രോ, കമോൺ. ഒരു കണ്ടൻറ്റ് കിട്ടിയത് നമ്മളത് കണ്ടൻറ്റ് തന്നെ പറയണം. ഇപ്പോൾ ക്യാമറ ഇല്ലാതെ ആണെങ്കിൽ അത് ഹ്യൂമാനിറ്റി ആയിരിക്കും. ഇപ്പോൾ ക്യാമറ വെച്ച് പോയി ചെയ്തുകൊണ്ട് അത് വന്ന് കണ്ടൻറ്റ് എന്നാ പറയാം. അപ്പം മറ്റൊരു പറയുന്നതിന് നമ്മളത് തന്നെ പറയാം. அண்ணா இது பெட்ரோல் இல்லைங்களா? வண்டி ஸ்டார்ட் ஆகலைங்களா? வண்டி ஓட ஆஃப் ஆச்சுங்களா இல்லை பெட்ரோல் அடிச்சதுக்கப்புறம்? சாவி காணுங்களா? ஆ
சரி, இப்போ நீங்கள் வந்து மெக்கானிக் ஷாப் போகிறீங்க, டோ பண்ணி மெக்கானிக் ஷாப் வரைக்கும் போகலாமா? வாங்க. இது கண்டக்டுக்காக பண்ணுறியான்னு கேட்டால் நோ தான் சொல்லுவேன். ஏன்னா தனியாக போகிற மாதிரி இருந்தாலும் வண்டி ஸ்டார்ட் ஆகலன்னு சொல்லி தான் ஸ்டார்ட் பண்ணி கொடுத்துருப்பேன் எப்படியாச்சு என்னோட இதை பண்ணி. കണ്ടന്റ് കിട്ടാൻ വേണ്ടിയിട്ട് അല്ല നമ്മളിത് ചെയ്യുന്നത്. പക്ഷെ മനസ്സിലൊരു സന്തോഷം ഇല്ലേനി, ഇതൊരു കണ്ടൻ്റായിട്ട് നമ്മുടെ യൂട്യൂബിലേക്ക് വരുമല്ലോ, മനസ്സിലൊരു சந்தோஷம் இருந்துச்சு. இது ஒரு கண்டென்ட்டாக வந்து யூடியூபுக்கு வரப்போகுது அப்படின்ற காட்டிக்கு. பட் கண்டென்ட்டுக்காக மட்டும்தான் பண்ணியா? நோ. കണ്ടന്റിന് വേണ്ടി മാത്രമാണോ ചെയ്തതെന്ന് വെച്ചാൽ അല്ല. മെക്കാനിക് ഷോപ്പ് കാണുന്നവരെ നമ്മൾ ഇയാളെ ടോ ചെയ്യും സേഫായിട്ട്. பொறுமையாக போங்க. அண்ணா, மெக்கானிக் ஷாப் எங்கே இருக்குன்னு தெரியுங்களா? உங்களுக்கு தெரியுங்களா? சரிங்க, கேட்டு போயிடலாங்களா? மெக்கானிக் ஷாப் എവിടെയാണെന്ന് ചോദിച്ചിട്ട് പോവാം, അതാണ് നല്ലത്. നമ്മൾ പാട്ട് ഇന്ന് പോയിട്ട് എവിടെയോ ഉണ്ടാകാൻ സാധ്യത ഉണ്ടെന്നാണ് എനിക്കൊരു തോന്നൽ. அப்படியே இருங்களா, கேட்டு வந்துடுறேன். எக்ஸ்கியூஸ் மீ, இங்கே மெக்கானிக் ஷாப் எங்கே இருக்குது? மெக்கானிக் ஷாப். ഓക്കെ, താങ്ക് യു. എവിടെ അയാൾ? അതുവരെ എത്തി. അണ്ണാ, மெக்கானிக் ஷாப்ண்ணா. மெக்கானிக் முன்னே தானே உண்டு, முன்னாடி தான் இருக்காங்க மெக்கானிக்கு. பக்கமே மெக்கானிக் ஷாப் இருக்குது சொல்கிறாங்க. நோக்கா இருங்க, நான் கேட்டுக்கிறேன், நீங்கள் போங்க. ப்ரோ இங்கே மெக்கானிக் ஷாப் எங்கே இருக்குது? ஏறி இறங்கணுங்களா? அடியில் போனுங்க. தேங்க்யூ. ഓ, മൂപ്പരാത് അതുവരെ പോയി. എൻ്റെ മോനെ, ഞാൻ നോക്ക് അതിൻ്റെ ആളെ കാണാത്തതെന്ന്. അവിടെ എവിടെയും നിന്നോ, നമ്മൾ വിട്ടോ? അത് അടിയിലെടുക്കാൻ പോണ மெக்கானிக் ஷாப் அடியில் இருக்குல்லடா. மெக்கானிக் ஷாப், 2 வீலர் மெக்கானிக். ஓ, இங்கே இருக்குங்களா? அண்ணா மெக்கானிக் ஷாப் எங்கேங்கண்ணா? மெக்கானிக் பைக் மெக்கானிக் அடியில் போகணுங்களா? லெஃப்ட்டுங்களா? தேங்க்யூ. போகலாம். வாங்க போகலாம். പാലത്തിന് കീഴേ, പാലത്തിൻ്റെ താഴെയാണ്, ഈ പാലത്തിൻ്റെ അടിയിലാണ് ഞാൻ പോയിക്കോളാം എന്ന് പറഞ്ഞ്. ഇതുവരെ ടോ ചെയ്തതല്ലേ, ഞാൻ കുറച്ചും കൂടെ അല്ലേ അപ്പോൾ ചെയ്തേക്കാം. നമുക്ക് എത്ര വർഷം തള്ളി കഷ്ടപ്പെട്ടിന്, വയസ്സായ മനുഷ്യനല്ലേ. നമ്മളിത് ചെയ്യുമ്പം തിരിച്ച് കിട്ടണമെന്നൊരു പ്രതീതിയുണ്ട്. പക്ഷേ തിരിച്ച് കിട്ടണം എന്ന് ഉള്ള പ്രതീക്ഷയിൽ നമ്മൾ ചെയ്യരുത്. കാരണം കിട്ടിയിട്ടില്ലെങ്കിൽ അത് വെറുപ്പാകും. அதாவது திருப்பி நமக்கு ஒருத்தவங்க நல்லது பண்ண திருப்பி கிடைக்கணும்னு எதிர்பார்க்கக்கூடாது. பண்ணுறோம், அவ்வளோதான். திருப்பி கிடைக்குதா இல்லையா, நன் ஆஃப் அவர் பிஸ்னஸ். அண்ணா, ரைட்டில் இருக்குண்ணா, போயிடுவீங்களா? சரி, வரேங்கண்ணா. தேங்க்ஸ்ண்ணா. வரேங்க.
நம்ம போவோம். அப்படியே பிரதர் இதுக்கு இந்த வீடியோ பார்க்குறவங்கக்கிட்ட இங்கே எங்கேயோ ஒரு சர்ச் இருக்குது, அது எங்கேயும் கமெண்ட் பண்ணுறீங்களா? പിന്നെ കൊണ്ട് കീഴിയ ഭാങ്ങിരിക്കും മുഴുക്കി സർബത്ത് അല്ല പാട്ടാ ബല്ല 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 ബല്ലാത്ത ജാതി ഇത് പൊള്ള പില്ലായി ആ മില്ലായി. ആണ്ടി ലോറി ഇതാ കയറി വരുന്നു. ക്രൂസ് ഹോട്ട് സഡൻ ഡീസൽ റോക്കറ്റ് ഹോട്ട് സഡൻ എന്തൊക്കെ പറയാന് മോനെ. ഒരു മുതലത് അത് കയ്യിലുണ്ടെങ്കിൽ സന്തോഷകരമായതാണ്. കണ്ടാ സ്റ്റിക്കറിങ് ചെയ്ത ബസ് കണ്ടെങ്ങനെയുണ്ട്? മിക്കവാറും INS റേസിന് വരും. ആ ഒരു വൈബ് ഉണ്ടെങ്കിൽ വരും, എനിക്ക് വരില്ല. കാറ്റുണ്ട്. ഓഡിയോയിലേക്ക് നല്ല കാറ്റ് കയറി വരുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ ആ കോട്ടൺ വെച്ചിട്ട് അത് ആൾട്ടർ ചെയ്തില്ല. അതായത് മൈക്കിൻ്റെ മുകളിൽ കോട്ടൺ വെച്ചിട്ട് നിങ്ങൾ കാറ്റ് തട്ടുമ്പോൾ കാറ്റിൻ്റെ ശബ്ദം കേൾക്കില്ല. അങ്ങനത്തെ ഒരു ആൾട്ടറേഷൻ അതൊന്ന് ചെയ്യണം. അത് ചെയ്തില്ല, അത് ചെയ്യണം. അതായത് മൈക്ക് മേലെ കോട്ടൺ വെച്ചാൽ കാത്തോടെ സൗണ്ട്. മാറി നിൽക്കും മാമ പോട്ടെ, കയറി നിൽക്ക്. പണ്ടാ ക്രിസ്ത്യാനോടെ ആ സ്യൂ ഒന്നും കിട്ടുന്നില്ല, തൊണ്ട കെട്ടി കിടക്കുക. റൈഡിങ് ഗ്ലൗസ് ഇടണം. താഴെ വീണിട്ടുണ്ടെങ്കിൽ കൈയൊന്നും നോക്കിയാൽ ഇങ്ങനത്തെ പ്രശ്നം, ഇങ്ങനത്തെ കലകളൊന്നും വരില്ല. ഞാൻ ഒരു പ്രാവശ്യം താഴെ വീണിട്ട് ഇങ്ങനത്തെ കലയായിപ്പോയി. അത് ചോരയൊക്കെ വന്ന് പിന്നെ അത് പോകുന്നില്ല. നമ്മൾക്ക് അവോയ്ഡ് ചെയ്യണമെങ്കിൽ ഒരു റൈഡിങ് ഗ്ലൗസ് ഉണ്ടെങ്കിൽ കൊള്ളാം. അതാണ് എൻ്റെ ഒരു മോട്ടീവ്. ഒന്ന് വാങ്ങണം. കാണുന്നവരെന്ത് പറയുമെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വീണിട്ടെങ്കിൽ ആരാ വന്ന് പൊക്കി വിടാൻ നമ്മളെ പോലത്തെ വൈബിളുള്ള ആൾക്കാർ വരും. കണ്ട ഇൻഡിക്കേറ്ററും പോലും ഇടാത്ത പാണ്ടി ലോറി കയറി വരുന്നു. നായിൻ്റെ മേൽ ഇടിച്ചിട്ടുണ്ടെങ്കിൽ മനസ്സിലായാനെ. ബംഗാളി ഇൻഡിക്കേറ്റർ கூட போடாவாங்க, நல்லா அழுத்திட்டு வரல. இதனால தான் அழுத்தக்கூடாதுங்கிறது. ஏன் எந்த நாய் எப்படி வருவான்னு தெரியாது. வெயிட் பண்ணி പിന്നെ വണ്ടി പതുക്കെ പോയിട്ട് തിരിക്കണം.